ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെ 20ഓളം കർഷക സംഘടനകൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം ആരംഭിച്ചു. കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തുവരുന്ന നേതാക്കളെ കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടുക്കിയിൽ LDF നേട്ടം ഉണ്ടാക്കിയത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സഹായത്തോടെയായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന സമിതിയുടെ പല സമരങ്ങളിലും ജനപങ്കാളിത്തം കുറഞ്ഞു. ഇതാണ് കർഷകർക്കായി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ സ്വതന്ത്ര സംഘടനയായി നിലനിർത്തുകയും ഇൻഫാം ഉൾപ്പെടെയുള്ള സംഘടനകൾ കൂടി ചേർത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് വിട്ടുവരുമെന്ന പ്രചാരണം പുതിയ പാർട്ടിക്കായുള്ള നീക്കത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജിനെ അധ്യക്ഷനാക്കാമെന്ന ആലോചനകളും ഉയർന്നു കഴിഞ്ഞു. ഇതോടെ ഫ്രാൻസിസ് ജോർജിന് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇടതുമുന്നണി പിന്തുണ ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. മൂവാറ്റുപുഴ, തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പാല, കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ സാന്നിധ്യമാകാൻ പുതിയ പാർട്ടിക്ക് കഴിയും. ഇത് ഇടതുമുന്നണിയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഏതാനും സഭകളും ഈ നീക്കത്തിന് പിന്തുണ നൽകുന്നുണ്ട്. ബിജു തറയിൽ, മീഡിയ 1, ഇടുക്കി.